കുറച്ച് ടൈം എടുത്താൽ നല്ല ബോള് ഇതിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലക്ഷം പറഞ്ഞുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വിക്കറ്റ് ഇതകത്ത് കളിച്ചോ അതാ നാസി അകത്താണ്. ആ നാസി അകത്ത് വന്ന് പ്രവിശായി പോട്. ആ യൂനിസ് പോയി, യൂനിസ് ഷംഷി പോയി. ഒരു കാര്യം ചെയ്തോ, ഓവർ തീർത്ത് പോകണ്ട, വരൂ കയ്യിൽ വരൂ. ലൈന് നോക്ക് ലെഫ്റ്റ് ആണ് അവിടെ നോ ഗൈഡായിട്ട് പോകും. ചിലപ്പോ പറയാൻ പറ്റില്ല മനുഷ്യന്റെ അവസ്ഥ. ഷൈനെന്താ ലൈൻ അപ്പുറമാണ്ട് ഇപ്പുറമായിട്ട് എന്താ ചെയ്തോ? രണ്ട് ബോളിൽ ഒരു വിക്കറ്റ് കൂടി, 1 more wicket, come on boy. അങ്ങനെ ബോളർ പറഞ്ഞ് മനസ്സിലാവുന്നൊരു വരുന്നില്ല. ആ ബോൾ ഓവറായി. നേരെ മാറിക്കോ, നാസി മാറിക്കോ. ഞാൻ എന്റെ കൈ അതിൽ അത്ര വിളിച്ച ഒരു വിക്കറ്റ് കൂടിയാ ഉള്ളേ. കമോൺ ബോയ്. നാസി പ്രവിശായി നോക്ക്. നീ അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ടോ എനിക്കറിയില്ല. അത് ഓനിക്ക് നേരാവൂലല്ലോ. 10 to 15 റൺ കൂടുതലാന്നേ. അത് ഡൗൺ ആക്ക്. സിംഗിൾ വന്നില്ല. എന്തിനാന്ന് പിന്നെ ക്യാച്ച് ട്രൈ ചെയ്യാൻ അങ്ങനെ സിംഗിൾ. ഉള്ളിൽ പോ വിപിൻ. അല്ലല്ല Sala, kayın bunu, kayın. Sala. അതാ പാന്നിയുടെ ഇത് ക്യാച്ച് കിട്ടിയത് സിംഗിൾ ഓടിയാണ്. ആ മറ്റവനെ ഔട്ടാക്കുന്നത്. മറ്റേ ചെക്കൻ ഔട്ടാകുന്നു.
ലെഫ്റ്റ് ഹാൻഡ് ആൻസർ വിക്കറ്റ് ഇട്ടില്ല ലാസ്റ്റ് ബോൾ തീർക്കടാ രണ്ട് ബാക്കിയാ വിപിൻ 2 ഞാൻ 2 പ്രഭ 3 7 പിന്നെ ഹനസ് 3 10 മറ്റോ 13 പിന്നെ ആരൊന്ന് ആൽബിൻ അറിഞ്ഞല്ലേ 3 അറിഞ്ഞേ 6 ലെഫ്റ്റിലാണ് എത്ര ബോർഡർ നടക്കോ അങ്ങോട്ട് വൈഡായിട്ട് ബാക്കിൽ ലൈൻ്റെ അടുത്ത് ബാക്കിൽ ലൈൻ്റെ അടുത്ത് ടച്ച് ബോള് ഓക്കെ ലെഗിലെ വരുന്നുണ്ടമ്മോ സ്ലോലി സിംഗിളാ പോയിക്കോളൂ ഓർന്നില്ല ഒരാൾ ഇപ്പുറത്തേക്ക് മാറി ഫീൽഡറിലും ഫീൽഡ് മാറിക്കോ മൂന്ന് ബോൾ നല്ല ഡ്രൈവർത്തിൽ സാല കംബാക്ക് വന്നായി സ്റ്റഡി ആയിട്ട് രണ്ട് പിടിച്ചോളൂ 2 ബോൾ പിടിച്ചോളൂ നേരത്തെ ബിബിനെടുത്ത് ക്യാച്ചിലുള്ളവരൊന്നും ഒന്നും കൂടി ഉണ്ടല്ലോ പുറത്ത് വരാം
ആ ലൈനന്നെ പോണേ എൻഡായിട്ട് പോറും ഇതിലേക്ക് അടിക്കാൻ നോക്കുന്നത് ഓഫിന്ന് ഡബിൾ ശ്രമിക്കും ഇന്നലെ ഫീൽഡർ ഒന്നും കൂടി സ്ട്രോങ് ആകാം അതുപോലെ ബോൾ എടുത്താലും കീപ്പർ എടുത്താലും ബാക്കപ്പ് വരണം രണ്ട് സൈഡും ഡബിൾ ഓടുമ്പോ വിപിനെ ക്രീസ് നോക്കണം बैकअप कर रहे हैं बॉलर थे ഓടി വന്ന എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഓ സിമ്പിൾ ആയിട്ടല്ലോ സാറില്ല അവൻ്റെ അടുത്തു പ്രവേശ് ഭായ് ഭയങ്കര ഡില്ലാണ് വരാൻ നാലാള് റിട്ടയർമെന്റ് അങ്ങനെ കളിക്കണം നോക്കിട്ട് ഓക്കെ ആ ലൈൻ തന്നെ നോക്ക് എന്തിനാ ഓടുന്നില്ല അതാന്ന് പറ ഓടാത്ത റണ്ണിന് നമ്മളെന്തിനാ കൊടുക്കുന്നു ഓടുന്നില്ലല്ലോ നല്ല ഓവർ ഡബിൾ ഓടുന്നുണ്ട് ഓടിക്കോട്ടെ കൂടുതൽ ഓടാൻ നിൽക്കണ്ട ഓട് നാസി ഇതാടാ നാസി ഓടാ നാസി അതെ
141 ജയിക്കണം. നിങ്ങൾ ഇറങ്ങിയിട്ട് കളിക്കിട്ടാ. ഓക്കെ 141. ആ 142. 42 അല്ലേ? 41 എന്ന് പറഞ്ഞതാ വരും സ്കോർ ആയിരിക്കില്ലല്ലോ. അല്ലേ? 133 സ്റ്റാർട്ട് ചെയ്തേ. ഒരു വെയിഡ് നമ്മളെ എക്സ്ട്രാ റണ്ണേ കുറച്ച് മിസ്ഫീൽഡ് വന്നിട്ടുണ്ട്. അതാണ് ഒരു 10 റൺ ആയി. അവിടെ കുയ്യാറാ. അല്ല ഇപ്പൊ നിനക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പേരിലായി പോയി. ഈ പേരിൽ ബാലൻസ് ഇല്ലാത്ത പേരിലാണ് ഇതിങ്ങനെ പോകും അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ 140 നല്ല 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 പിടുത്തമാണ്. കുറച്ച് എക്സ്ട്രാ പോയതാണ്. എടാ മറ്റേ സാൻഡ്വിച്ച് എടുക്കണം. ഇതിന്റെ അകത്ത് സാൻഡ്വിച്ച് കളി പോലെ ഇല്ല. ഇപ്പൊ കഴിച്ചോ? എനർജി ഉണ്ടാവൂല. ഉറങ്ങിപ്പോ. ഏയ് അതാകെ ഇതാവും. ഇതായി പോവും. ചത്തു പോകും. എല്ലാവർക്കും ഒന്ന് എടാ കെച്ചപ്പ് വേണ്ടവർക്ക് കെച്ചപ്പ് ഉണ്ട് കേട്ടാ. സാൻഡ്വിച്ചാണ്. കെച്ചപ്പാർക്ക് വേണ്ടേ? എനർജി വേണം. 6 അടിക്കണ്ടാണ് നമുക്ക്. കെച്ചപ്പുണ്ട് കേട്ടാ. കെച്ചപ്പുണ്ട് കെച്ചപ്പുണ്ട്. ഷെയ്നെ കിട്ടിയടാ. ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. കാണില്ല അല്ലേ? നോക്കി കളിക്കിട്ടാ നമ്മളെ. ഒരുപാട് ഇതാക്കണ്ട. കാണാൻ പറ്റാത്ത കാരണം അല്ലെങ്കിൽ അവരവരെ കളി കളിച്ചു. അവരവരെ കളി അവരവരെ പോയി കളിക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് സ്ലോ ആക്കേണ്ട കളി. അവരവരെ കളി അവരവരെ കളിച്ചു. ഈസിയാക്കി എടുക്കേണ്ട കളി. ആ നാസിം ഷീഫിൻ തന്നെ ഓപ്പണിംഗ് ഇറങ്ങി കളിക്കും. ആവശ്യത്തിന് വന്നാൽ അടിക്കാം. അവൻ കളിച്ചു. അത്രേ ഉള്ളൂ. അവൻ ആ ബുദ്ധിമുട്ടത് അവൻ അനസിന്റെ ബോളിലാണ്. അവന്റെ എത്ര ചാൻസ് ആണ്? ആ ഇഷ്ടം പോലെ ചാൻസ് വന്നു. 4 ക്യാച്ചാണ്. നൂറില്ലല്ലോ. നമ്മളെത്ര 4 4 വിട്ട് ഡബിൾ ത്രിബിൾ ഡിസ്പ്ലേയിൽ കുറച്ച് വന്നിട്ടുണ്ട്. അത് പിന്നെ പറ്റൂല. ഇവിടെ എളുപ്പമല്ല പെട്ടെന്നേ. ബോള് കാണുന്നില്ല. അങ്ങോട്ട് ഉരുണ്ടാട് പോണ് പെട്ടെന്നേ. അല്ല ഇവര് നല്ല ബാറ്റിംഗ് അതിന്റെ ടീം വന്ന മുതുകില്ലേ. വലിയ കാര്യം. ബോളും ഉണ്ടല്ലേ. നാസി അതാണ് നമുക്ക് നാസിയുടെ ഒരു ഇതാണ്. അങ്ങനെ സ്റ്റാൻഡ് ചെയ്തെടുക്കുക. സ്റ്റീഫൻ കളിക്കുക കുറച്ചു നേരം. അതുകൊണ്ട് പിന്നെ മോശമില്ലാത്ത കളി കളിക്കുക. അതന്നെ നിങ്ങൾ കളി കഴിഞ്ഞ തവണ കളിച്ചില്ല ഇവിടെ. കഴിഞ്ഞ തവണ ഈ മാച്ചിൽ ഇവിടെ കളിച്ചില്ല. ഇവിടുത്തെ സെയിം മാച്ച് കളി. ആ നല്ല ഔട്ട്ഫീൽഡാണ്. അതന്നെ. അടിച്ചാലും പോവും തട്ടിയാലും പോവും ഒക്കെ പോവും. 16 ഓവറുണ്ട്. ആൾ ഔട്ട് ആയാലേ നമ്മൾ തോക്കൂല. വിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കളിച്ചാൽ ആൾ ഔട്ട് ആയാൽ മാത്രമേ ഈ കളി തോക്കൂ. അവരവരെ ഗെയിം കളിക്കുന്നത് അത്രേ ഉള്ളൂ. അതന്നെ. ഒരു വിക്കറ്റ് ഒരു ഓവറിൽ 8 റൺ വെച്ചിട്ടേ അവർ വിക്കറ്റ് ഉണ്ടായിട്ട് 3 റൺ ആയി. 50 ഓവർ മുതൽ വിക്കറ്റിലേക്ക് കഴിക്കോ. വിക്കറ്റ് ആണ്ട് വന്നു. നമുക്ക് ആ ആവശ്യ സമയത്തേ വിക്കറ്റ് വന്നു. നിങ്ങൾ ആ സ്ലോ ബോളിൽ നിങ്ങൾ ബെട്ടളക്കാൻ വേണ്ടി 6 വെട്ടാൻ നിൽക്കുമ്പോൾ വെറുതെ പരീക്ഷ ചെയ്താണ്. റിസ്ക് ആയിരുന്നു ചിലപ്പോ. അതാ ബാക്കി. ഒരു ഓവറിൽ 8 റൺ വെച്ചിട്ടേ അവരുടെ 11 അടിച്ചില്ല. എന്നിട്ടാ വിക്കറ്റ് എടുത്തത്. ഒരു 4 പോയില്ലേ സ്റ്റീഫന്റെ കയ്യിലുള്ളിൽ കൂടെ പോയി. അടിപൊളി. പവർ പ്ലേ കൊടുത്തിട്ടല്ലേ. ഗംഭീർ നല്ലതാണ്. അല്ല അതല്ല ക്യാച്ച്. അത് അപ്പീൽ ചെയ്ത് എടുത്താണ് നമ്മള്. അതല്ലെങ്കിൽ പണി പാടും. അതല്ല ഹലോ അതാണ്. ഉച്ചതിലല്ല.
പിന്നെ അനസം പേരൊക്കെണ്ടാടാ. എടാ പ്രഭ ശൈല ഒന്നാം പേരക്കോ അല്ല അൻസാരി ആരെങ്കിലും. സ്കോർ ബോർഡ് എടുത്തുതരാം.